ഹായ്, നമസ്കാരം പ്രിയ സിനിമാ പ്രേമികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ദൃശ്യം 3 എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തെ ദൃശ്യത്തിന് മുൻപും പിൻപും എന്ന് രേഖപ്പെടുത്തിയ ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ട് തങ്ങളുടെ വിസ്മയ സിനിമയുടെ 3ാം ഭാഗവുമായി എത്തിയിരിക്കുകയാണ്. ആദ്യ 2 ഭാഗങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ പാഠപുസ്തകമായി മാറിയപ്പോൾ ദൃശ്യം 3യിലേക്ക് എത്തുമ്പോൾ സംവിധായകന് മുന്നിലുള്ള വെല്ലുവിളി ചെറുതല്ലായിരുന്നു. എന്നാൽ പതിവ് ത്രില്ലർ ഫോർമുലകളിൽ നിന്നും മാറി നടന്ന് വൈകാരികതയ്ക്കും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് ജിത്തു ജോസഫ് ഈ 3ാം അധ്യായത്തെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഡീറ്റെയിൽഡ് പ്ലോട്ട്, കഥാപരിസരമൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്തിൽ കേബിൾ TV ഓപ്പറേറ്ററായും 2ാം ഭാഗത്തിൽ സിനിമാ തിയേറ്റർ ഉടമയായും കണ്ട ജോർജ് കുട്ടി ദൃശ്യം 3യിലെത്തുമ്പോൾ മലയാള സിനിമയിലെ തിരക്കുള്ള ഒരു നിർമ്മാതാവായാണ് എത്തുന്നത്. ആ ഫിലിം പ്രൊഡ്യൂസർക്ക് സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രാന്തമായ പ്രണയം കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷിതത്വം നൽകിയെങ്കിലും ഭൂതകാലത്തിൻ്റെ നിഴലുകൾ ഇപ്പോഴും ആ വീടിനെ വേട്ടയാടുന്നുണ്ട്. മകൾ അഞ്ജുവിൻ്റെ വിവാഹാലോചനകളുമായി കുടുംബം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുമ്പോഴാണ് കഥ മാറിമറിയുന്നത്. ഒരു മാധ്യമപ്രവർത്തകൻ സ്വാർത്ഥ ലാഭങ്ങൾക്കായി പഴയ വരുൺ വധക്കേസ് പുതിയ തെളിവുകളോടെ മാധ്യമങ്ങളിലൂടെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. ഇത് കേസ് അന്വേഷണത്തിന് പുതിയൊരു മാനം തന്നെയാണ് നൽകുന്നത്. മുൻപ് പരാജയപ്പെട്ട നിയമവ്യവസ്ഥയും വരുണിൻ്റെ മാതാപിതാക്കളും ഇത്തവണ കൂടുതൽ ശാസ്ത്രീയവും വൈകാരികവുമായ കെണികളാണ് ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമായി ഒരുക്കുന്നത്. ഇതിലെ താരങ്ങളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന നടൻ ജോർജ് കുട്ടിയായി വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. എന്നാൽ ഇത്തവണ നമ്മൾ കാണുന്നത് ആദ്യ 2 ഭാഗങ്ങളിലെ പോലെ ആത്മവിശ്വാസം നിറഞ്ഞ പ്ലാനുകളുമായി നിൽക്കുന്ന ഒരു ജോർജ് കുട്ടിയല്ല. പ്രായത്തിൻ്റെ ശാരീരിക മാറ്റങ്ങളും വർഷങ്ങളായി രഹസ്യങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക സമ്മർദ്ദവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലും ശരീരഭാഷയിലും വ്യക്തമാണ്. കുടുംബത്തിന് നേരെ വീണ്ടും നിയമം തിരിയുമ്പോൾ പതറുന്ന, എന്നാൽ ഉള്ളിലെ ബുദ്ധിരാക്ഷസനെ ഉണർത്താൻ നിർബന്ധിതനാകുന്ന ഒരു അച്ഛനെ ലാലേട്ടൻ സൂക്ഷ്മമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് അനശ്വരമാക്കിയിരിക്കുന്നത്. സഹതാരങ്ങളുടെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ മീന റാണിയായിട്ട് ഭയവും ഉത്കണ്ഠയും വിട്ടുമാറാത്ത ഒരു അമ്മയുടെ വേഷം മീന പതിവ് പോലെ തന്നെ ഭംഗിയാക്കിയിരിക്കുകയാണ്. അൻസിബ ആൻഡ് എസ്റ്റർ കുട്ടിക്കാലത്തുണ്ടായ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായി മുക്തരാകാത്ത മക്കളുടെ വേഷങ്ങളിൽ ഇരുവരും പക്വതയാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മുരളി ഗോപിയെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഭാഗത്തിലെ IG തോമസ് ബാസ്റ്റ്യൻ എന്ന കഥാപാത്രത്തിൻ്റെ തുടർച്ചയിൽ മുരളി ഗോപി തൻ്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. സിദ്ദിഖ് ആൻഡ് ആശാ ശരത്ത് നോക്കുവാണെങ്കിൽ മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയും പ്രതികാരദാഹവും ഇവരുടെ പ്രകടനത്തിൽ നിഴലിച്ചു നിൽക്കുകയാണ്. സാങ്കേതിക വശങ്ങൾ അഥവാ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സംവിധാനവും തിരക്കഥയുമാണ് പ്രധാനം. ജിത്തു ജോസഫ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ്റെ കയ്യൊപ്പ് ഈ ചിത്രത്തിൽ ഉടനീളമുണ്ട്. മുൻ ചിത്രങ്ങളുടെ പരമ്പര കൃത്യമായി പിന്തുടരുമ്പോഴും 3ാം ഭാഗത്തിന് ആവശ്യമായ ഗൗരവം നൽകാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. ആദ്യ പകുതിയിൽ കുടുംബ പശ്ചാത്തലത്തിനും വൈകാരികതയ്ക്കും പ്രാധാന്യം നൽകിയ സംവിധായകൻ 2ാം പകുതിയിലാണ് ത്രില്ലർ മൂഡിലേക്ക് ഗിയർ മാറ്റുന്നത്. ഛായാഗ്രഹണവും സംഗീതവും ഒക്കെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ വിഷ്വൽ ലാംഗ്വേജ് കഥയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഫ്രെയിമുകളിലെ നിഗൂഢതയും ഇൻഡോർ രംഗങ്ങളിലെ ഭയവും ക്യാമറയിലൂടെ ഭംഗിയായി പകർത്തിയിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം ചിത്രത്തിൻ്റെ മൂഡ് നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. നിശബ്ദതയെപ്പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സംഗീത സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു വിമർശനാത്മക വിശകലനം നോക്കുവാണെങ്കിൽ ഇമോഷണൽ ഡ്രാമയും വേഗതക്കുറവും ഉണ്ട് എന്നതാണ് ഒരു കുഴപ്പം. ചിത്രത്തിൻ്റെ ആദ്യ പകുതി തികച്ചും ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ്. മുൻഭാഗങ്ങളിലെ പോലെ പെട്ടെന്നുള്ള ട്വിസ്റ്റുകളോ വേഗതയോ പ്രതീക്ഷിച്ചു വരുന്ന പ്രേക്ഷകരെ ആദ്യ പകുതിയിലെ പതിഞ്ഞ താളം, സ്ലോ പേസിംഗ് അല്പം നിരാശപ്പെടുത്തിയേക്കാം. കഥാപാത്രങ്ങളുടെ മാനസിക അവസ്ഥ സ്ഥാപിച്ചെടുക്കാനായിട്ട് സംവിധായകൻ കൂടുതൽ സമയമെടുത്തിട്ടുണ്ട്.
പ്രവചന സാധ്യതകളാണ് മറ്റൊരു കുഴപ്പം, അതായത് പ്രെഡിക്റ്റബിലിറ്റി. ജിത്തു ജോസഫിൻ്റെ മേക്കിംഗ് ശൈലിയും ജോർജ് കുട്ടിയുടെ ചിന്താഗതിയും പ്രേക്ഷകർക്ക് ഇപ്പോൾ മനഃപ്പാടമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരുക്കുന്ന ചില കെണികളെ ജോർജ് കുട്ടി എങ്ങനെ മറികടക്കും എന്നത് മുൻകൂട്ടി ഊഹിക്കാനായിട്ട്, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നതാണ് തിരക്കഥയുടെ മറ്റൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. ക്ലൈമാക്സ് നോക്കുമ്പോൾ ദൃശ്യം 4ലേക്കുള്ള ഒരു വഴിവിളക്കാണോ എന്ന് നമ്മൾക്ക് തോന്നാം. രണ്ടാം ഭാഗത്തിലെ പോലെ തന്നെ ഒരു വൺ ട്വിസ്റ്റ് നൽകി പ്രേക്ഷകനെ കൈയടിപ്പിക്കുന്നതിനേക്കാൾ കണ്ടിരിക്കുന്നവൻ്റെ നെഞ്ചിൽ ഒരു ഭാരം അവശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഷോക്ക് വാല്യൂ ഉള്ള ഒരു ക്ലൈമാക്സ് ആണ് ഇതിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിയമത്തിന് മുന്നിൽ ജോർജ് കുട്ടി വീണ്ടും ജയിക്കുമ്പോഴും വൈകാരികമായി അയാൾ തോൽക്കുകയാണോ എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. കൂടാതെ കഥ ഇവിടെ അവസാനിക്കുന്നില്ലെന്നും ഒരു 4ാം ഭാഗത്തിനുള്ള സാധ്യതകൾ അവശേഷിപ്പിച്ചാണ് ചിത്രം അവസാനിക്കുന്നത്. ഒരു ഫൈനൽ കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ ദൃശ്യം 3 വെറുമൊരു ക്രൈം ത്രില്ലർ അല്ല, അതൊരു കുടുംബത്തിൻ്റെ അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. മുൻ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബുദ്ധികൂർമ്മതയേക്കാൾ കൂടുതൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ് ഈ ചിത്രം എന്ന് മനസ്സിലാകും. തിയേറ്ററിലെ മികച്ച അന്തരീക്ഷത്തിൽ ഡോൾബി സിനിമ സിസ്റ്റത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമ അനുഭവം തന്നെയാണ് ജോർജ് കുട്ടിയുടെ ഈ 3ാം വരവ്. സിനിമയുടെ കാറ്റഗറി വന്നിട്ട് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലാണ്. പ്രേക്ഷകർ നൽകിയിരിക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഥവാ ഈ സിനിമ വരും ദിനങ്ങളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായവും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ദൃശ്യം 3യുടെ സിനിമാ വിശേഷങ്ങൾ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ.